Good morning students, welcome to my class. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടേഷണൽ അപ്രോച്ച് ഇൻ ഫിസിക്സ്, അതായത് കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഫിസിക്സ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ അപ്രോച്ച് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിന് എക്സാമ്പിളായിട്ട് 1 ഡയമെൻഷണൽ മോഷൻ ഫാളിംഗ് ഒബ്ജക്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, എന്താണ് ആദ്യമായി കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് ഇസ് ദ സ്റ്റഡി ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ന്യൂമറിക്കൽ അൽഗോരിതംസ് ടു സോൾവ് പ്രോബ്ലംസ് ഇൻ ഫിസിക്സ് ബൈ മീൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അതായത് നമ്മൾ ഇംപ്ലിമെന്റേഷൻ, പഠനവും ഇംപ്ലിമെന്റേഷൻ അതിനെ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു ഓഫ് ന്യൂമറിക്കൽ അൽഗോരിതംസ്. ന്യൂമറിക്കൽ അൽഗോരിതംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പുകൾ, അതായത് ന്യൂമറിക്കൽ അഡിഷൻ, സബ്ട്രാക്ഷൻ, അതുപോലെയുള്ള ന്യൂമറിക്കൽ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ടു സോൾവ് പ്രോബ്ലംസ് ഇൻ ഫിസിക്സ്. ഫിസിക്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി. കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് ഇൻ പർട്ടിക്കുലർ സോൾവ്സ് ഇക്വേഷൻസ് ന്യൂമറിക്കലി. അതായത് ന്യൂമറിക്കലി, അതായത് നമ്പറുകൾ ഉപയോഗിച്ചിട്ട് ആണ് കമ്പ്യൂട്ടേഷൻ ഫിസിക്സിലെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഫൈൻഡിങ് എ സൊല്യൂഷൻ ന്യൂമറിക്കലി ഈസ് യൂസ്ഫുൾ ആസ് ദർ ആർ വെരി ഫ്യൂ സിസ്റ്റംസ് ഫോർ വിച്ച് ആൻ അനലിറ്റിക്കൽ സൊല്യൂഷൻ ഈസ് നോട്ട്. അതായത് ഫിസിക്കൽ സിസ്റ്റത്തിലെ ചില സിസ്റ്റത്തിൽ മാത്രമേ നമ്മൾക്ക് അനലിറ്റിക്കൽ, അതായത് ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് അറിയാവുന്നത് കുറച്ച് സിസ്റ്റംസ് ആണ് നമുക്ക് യഥാർത്ഥത്തിലുള്ളൂ. ബാക്കി എല്ലാ സിസ്റ്റംസിനും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾക്ക് അറിയില്ല. അപ്പോൾ അതിലെ ന്യൂമറിക്കൽ ഡാറ്റ ഉപയോഗിച്ച് തന്നെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വളരെ എളുപ്പമാണ്, വളരെ ഉപയോഗമുള്ളതാണ്, കാരണം അത് ആക്യുറേറ്റ് ആയിരിക്കും. So historically, a computational physics was the first application of modern computers in science. യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് എന്ന് പറയുന്നതാണ് സയൻസിലെ മോഡേൺ കമ്പ്യൂട്ടേഴ്സിൻ്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് സംടൈംസ് റിഗാർഡഡ് ആസ് എ സബ് ഡിസിപ്ലിൻ ഓഫ് തിയററ്റിക്കൽ ഫിസിക്സ്. മാത്രമല്ല അത് തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ ഒരു സബ് ഡൊമൈനായിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്. കമ്പ്യൂട്ടേഷണൽ ഫിസിക്സിലെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് സിമുലേഷൻ ഓഫ് മെനി ബോഡി പാർട്ടിക്കിൾ സിസ്റ്റംസ്. അതായത് സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചലനത്തിനെ നമ്മൾ കമ്പ്യൂട്ടറിൽ വീഡിയോ ആയി കാണുക എന്നതിനാണ് വിർച്വൽ റിയാലിറ്റി. അതായത് കമ്പ്യൂട്ടറിനുള്ളിൽ തന്നെ യഥാർത്ഥമായ ചിത്രങ്ങളെ വീഡിയോകളും കാണുക. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് വിച്ച് ഈസ് സംടൈംസ് റെഫർ ടു ആസ് തേർഡ് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്. ചില സമയത്ത് ഇതിനെ എക്സ്പെരിമെൻറ്റും തിയറിയുടെയും ഇടയിലുള്ള ഒരു മൂന്നാമത്തെ ബ്രാഞ്ച് എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. ദ ഇവാലുവേഷൻ ഓഫ് വിഷ്വലൈസേഷൻ ഓഫ് ലാർജ് ഡാറ്റ സെറ്റ്സ് വിച്ച് ക്യാൻ കം ഫ്രം ന്യൂമറിക്കൽ സിമുലേഷൻസ് ഓർ എക്സ്പെരിമെൻ്റൽ ഡാറ്റ ഈസ് ആൾസോ എ പാർട്ട് ഓഫ് കമ്പ്യൂട്ടേഷൻ. അപ്പോൾ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്ത്, അതായത് ന്യൂമറിക്കൽ സിമുലേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായ വളരെ അധികമുള്ള ഡാറ്റ സെറ്റുകൾ ആവശ്യമാണ്. അതും കമ്പ്യൂട്ടേഷണൽ ഫിസിക്സിൻ്റെ ഒരു ഭാഗമാണ്. ആദ്യമായി നമ്മളുടെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇപ്പോൾ മെക്കാനിക്സ് എടുക്കുകയാണെങ്കിൽ സാധാരണ ദ പ്രോബ്ലംസ് ഓഫ് മെക്കാനിക്സ് ഡീൽ വിത്ത് ട്രജക്ടറി ഓഫ് സം മൂവിങ് ഫിസിക്കൽ ബോഡി. ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പാത്ത്, അതിൻ്റെ വഴി ട്രജക്ടറി എന്ന് പറയുക. അതിനെ ആണ് നമ്മൾ ചുറ്റിപ്പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് ഉള്ളത്. ഇൻ മെനി പ്രോബ്ലംസ് എ ഫിസിക്കൽ ബോഡി ഈസ് ട്രീറ്റഡ് ആസ് എൻ ഐഡിയലൈസ്ഡ് പോയിന്റ് ലൈക്ക് പാർട്ടിക്കിൾ. യഥാർത്ഥത്തിൽ പല പ്രശ്നങ്ങളിലും ഒരു വസ്തു എന്ന് പറയുന്നത് അതിനെ ഒരു പോയിന്റ് ലൈക്ക് പാർട്ടിക്കിൾ, ഒരു ബിന്ദുവിൽ അധിഷ്ഠിതമായ ഒരു ചെറിയ പാർട്ടിക്കിളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഹൂസ് മോഷൻ ഈസ് ദെൻ ഡിസ്ക്രൈബ്ഡ് യൂസിങ് ന്യൂട്ടൺസ് ലോ ഉപയോഗിച്ച് തന്നെ പിന്നീട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതാണ്. വിച്ച് റിലേറ്റ്സ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി ടു ദ എക്സ്റ്റേണൽ ഫോഴ്സ് ദാറ്റ് ഈസ് ആക്ടിങ് അപ്പോൺ ഇറ്റ്. അത് ആക്സിലറേഷൻ ഓഫ് ദ ബോഡി, അതായത് അതിൻ്റെ ചലനത്തിൽ നിന്നും അതിൻ്റെ ന്യൂട്ടൺസ് ലോ ഉപയോഗിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല അതിൻ്റെ ആക്സിലറേഷനും അതിൻ്റെ ഫോഴ്സും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും ന്യൂട്ടൺസ് ലോ ഉപയോഗിച്ച്. അതിനെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ദ കോസ് ഫോർ ദ ചേഞ്ച് ഇൻ മോഷൻ ഈസ് ദ ആക്ഷൻ ഓഫ് ദ എക്സ്റ്റേണൽ ഫോഴ്സ്. യഥാർത്ഥത്തിൽ ചേഞ്ച് ഇൻ മോഷൻ, അതായത് യഥാർത്ഥത്തിൽ ഒരു ചലനത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ആക്ഷൻ ഓഫ് ദ എക്സ്റ്റേണൽ ഫോഴ്സ്. പുറത്തുനിന്ന് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് ഈ ചലനത്തിന് കാരണമായി തീരുന്നത്. ദിസ് ഫോഴ്സ് അറൈസസ് ഫ്രം ദ മ്യൂച്വൽ ഇൻട്രാക്ഷൻ ഓഫ് ബോഡീസ് വിത്ത് ബോഡീസ് വിച്ച് മേ ഓർ മേ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മോഷൻ. യഥാർത്ഥത്തിൽ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് അറൈസസ് ഫ്രം ദ മ്യൂച്വൽ ഇൻട്രാക്ഷൻ ഓഫ് ബോഡീസ്. യഥാർത്ഥത്തിൽ ഈ ഫോഴ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മ്യൂച്വൽ ഇൻട്രാക്ഷൻ, രണ്ട് ബോഡികൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ വിത്ത് ബോഡീസ്, ഒരു ബോഡി മറ്റൊരു ബോഡിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൊണ്ടാണ്. വിച്ച് മേ ഓർ മേ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ മോഷൻ. ചില സമയത്ത് ആ ബോഡി ചലനത്തിൽ പങ്കെടുക്കും,
പക്ഷേ രണ്ടാമത്തെ ബോഡി ആയിരിക്കും ചലിക്കുന്നത്. പക്ഷേ ആ രണ്ടാമത്തെ ബോഡിക്ക് ഫോഴ്സ് കൊടുക്കുന്നത് ചലിക്കാത്ത ഒന്നാമത്തെ ബോഡി ആയിരിക്കും. If we are given the position and velocity of the body at some initial instant, then the force is known at every later instant. Then the position and velocity of the body at any instant can be determined to this equation. അപ്പോൾ ഈ ന്യൂട്ടൺസ് ലോ ഉപയോഗിച്ച് എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഒരു ഇനിഷ്യൽ സ്റ്റാർട്ടിങ്, അതായത് ഒരു ചലനം തുടങ്ങുന്ന സമയത്തുള്ള പൊസിഷനും വെലോസിറ്റി നമ്മൾക്കറിയാം. ആൻഡ് ദ ഫോഴ്സ് ഇസ് നോൺ അറ്റ് എവറി ലേറ്റർ, അതിനുശേഷമുള്ള ഓരോ സമയത്തെ ഫോഴ്സ് നമുക്കറിയാമെങ്കിൽ, ദെൻ ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് ദ ബോഡി അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, അതിനുശേഷം വരുന്ന ആ ബോഡിയുടെ പൊസിഷനും വെലോസിറ്റിയും ഏത് സമയത്താണെങ്കിലും നമ്മൾക്ക് ഈ ന്യൂട്ടൺസ് ലോ F=ma ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. What complicates the process of finding the trajectory of a body in a physical system is that the force acting on a body may depend upon the position and velocity of the body itself and of other bodies forming the system. ഇതിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, the process of finding the trajectory of a body in a physical system is that the force acting on the body may depend on the position and velocity of the body itself and of the other bodies forming the system. യഥാർത്ഥത്തിൽ ആ സിസ്റ്റത്തിലുള്ള ബോഡീസിൻ്റെ പൊസിഷനും വെലോസിറ്റിയും മാത്രമല്ല, മറിച്ച് മറ്റ് ബോഡികളെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിൻ്റെ ട്രജക്ടറി എന്ന് പറയുന്ന സാധനം ഡിപ്പെൻഡ് ചെയ്യുന്നു. If the functional form of the dependence is very simple, then the problem remains analytically tractable through calculus. യഥാർത്ഥത്തിൽ ഈ ഡിപ്പെൻഡൻസ് വളരെ സിമ്പിളാണ്, ഒന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾക്ക് കാൽക്കുലസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ അനലിറ്റിക്കൽ സൊല്യൂഷനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ നിങ്ങളിത് വായിച്ച് നോക്കുക. അതായത് എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ കോംപ്ലക്സ് ആകാനുള്ള കാരണം? ഈ ഒരു സ്ലൈഡിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ സിമ്പിൾ അല്ല ഇവർ തമ്മിലുള്ള റിലേഷൻ. ആൻഡ് ദ എഫക്റ്റ് ബിക്കംസ് കോംപ്ലക്സ്. അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് കോംപ്ലക്സ് ആയി മാറും. അനലിറ്റിക്കലി വൺ അപ്രോക്സിമേറ്റ്സ് ദ ഫോഴ്സ് ഫംഗ്ഷൻ വിത്ത് സം ഫോം ദാറ്റ് ഈസ് സോൾവബിൾ ആൻഡ് ലേറ്റർ കറക്ഷൻസ് മേ ബി അപ്ലൈഡ് ത്രൂ പെർഫെക്റ്റ്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ റിലേഷൻ ഫോഴ്സും ആ ആക്സലേഷൻ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സിമ്പിൾ അല്ല, മറിച്ച് കോംപ്ലക്സ് ആണ്. കാരണം ഒരുപാട് ബോഡീസിൻ്റെ ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സാധാരണ ചെയ്തു വരുന്നത് എന്താണ്? ഒരു സിമ്പിൾ റിലേഷൻ നമ്മൾ അത് ഉപയോഗിച്ച്, നമ്മൾ ഫോഴ്സ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ അത് സോൾവ് ചെയ്യും. അതിനുശേഷം പെർട്ടർബേഷൻ മെത്തേഡ് ഉപയോഗിച്ച് അതിനെ കറക്റ്റ് ചെയ്യും. ദിസ് മെത്തേഡ് ഹവർ ഫെയിൽസ് ഇൻ ദ കേസ് ദ പെർട്ടർബേഷൻ ഈസ് വെരി ലാർജ്. ചില സമയത്ത് ഈ പെർട്ടർബേഷൻ എന്ന് പറയുന്നത് കറക്ഷനാണ്. ആ കറക്ഷൻ വളരെ ലാർജ് ആണെങ്കിൽ അത് ചില സമയത്ത് ഫെയിൽ ആകുന്നു. An alternative method is to solve the problem numerically by adopting a step-by-step evolution of the system using finite but small time interval. അപ്പോൾ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂമറിക്കൽ സൊല്യൂഷൻ ആണ്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എവല്യൂഷൻ ഓഫ് ദ സിസ്റ്റം യൂസിങ് ഫൈനൈറ്റ് ബട്ട് സ്മോൾ ടൈം. അതായത് ചെറിയ ചെറിയ ടൈം ഇൻ്റർവെലിലൂടെ നമ്മൾ ആ സിസ്റ്റം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച്, അതിനെ നമ്മൾ മനസ്സിലാക്കുക. Till recently, when computers were not easily accessible, it was not very common to employ the later approach, especially in learning environment. കമ്പ്യൂട്ടറുകൾ വരുന്നതിന് മുമ്പ് വരെ അത് അത്ര എളുപ്പമായിരുന്നില്ല. ബിക്കോസ് ലേണിംഗ് എൻവയൺമെൻറ്റ്, കാരണം അത്ര അധികം സ്റ്റെപ്പുകൾ കൂടുതലുള്ളത് കൊണ്ട് കമ്പ്യൂട്ടർ വന്നതിന് ശേഷമാണ് ഈ ഒരു മെത്തേഡ്, ന്യൂമറിക്കൽ മെത്തേഡ് പ്രചാരത്തിലായത്. Performing numerical computations become possible and popular in this environment. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ എൻവയൺമെൻറ്റിൽ നമ്മൾക്ക് ഈ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻസ് നടത്തുന്നത് വളരെ എളുപ്പമായി മാറി. Results of good accuracy can be obtained quickly on personal computers even for complex situations. വളരെ നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള, വളരെ നല്ല കൃത്യതയുള്ള റിസൾട്ടുകൾ നമുക്ക് പെട്ടെന്ന് നേടാൻ സാധിക്കും. ക്വിക്ലി ഓൺ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, ഈവൻ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിൽ പോലും നമുക്ക് കോംപ്ലക്സ് സിറ്റുവേഷനിൽ പോലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്യുറേറ്റ് റിസൾട്ട്സ് കണ്ടുപിടിക്കാൻ സാധിക്കും.
എന്താണ് ഫോർമുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് അനലിറ്റിക്കൽ മെത്തേഡ് കൊണ്ടുള്ള കുറവിനെ നികത്താൻ നമുക്ക് ന്യൂമറിക്കൽ മെത്തേഡിൽ സാധിക്കും കോംപ്ലക്സ് സിറ്റുവേഷനിൽ. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫോളിംഗ് ഒബ്ജക്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, a motion of a falling object is a one-dimensional problem and therefore requires only one position coordinate to know where the object is during fall. അപ്പോൾ ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോളിംഗ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു, അതിൽ ഒരു പൊസിഷൻ കോർഡിനേറ്റ്, അതായത് ഒരു വൺ ഡയമെൻഷൻ y ആക്സിസിലൂടെ വീണുകൊണ്ടിരിക്കുന്ന, ഗ്രാവിറ്റി കൊണ്ട് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു. Full description of the motion requires not only the knowledge of instantaneous position but also the knowledge of velocity and acceleration at that instant. യഥാർത്ഥത്തിൽ ഓരോ ഇൻസ്റ്റൻറ്റിലും ഓരോ സമയത്തെയും വെലോസിറ്റിയും ആക്സിലറേഷൻ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പൊസിഷൻ ശരിക്കും നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. In the simplest form, the instantaneous acceleration of an object may be assumed to be constant as is normally done for the free fall. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു കല്ല് ഫ്രീ ആയിട്ട് മുകളിൽ നിന്ന് വീഴുകയാണെങ്കിൽ ഫ്രീ ഫോൾ ആണെന്ന കേസിൽ നമുക്ക് പറയാൻ സാധിക്കും ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് എപ്പോഴും പറയാറുണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്ന് പറയാറുണ്ട്. പക്ഷേ അത് എപ്പോഴും സത്യമല്ല. സെക്കൻഡ് ലോ ഓഫ് മോഷൻ സേസ് എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് എം ജി. ദാറ്റ് മീൻസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇസ് കോൺസ്റ്റന്റ്. കാരണം ജി ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് വെലോസിറ്റിയും പൊസിഷനും കിട്ടും. നമ്മളിത് വളരെ സൂക്ഷ്മതയോടുകൂടി പരീക്ഷിച്ച് നോക്കിയാൽ വി ഹാവ് ഗോൺ ഇൻ ടു ദീസ് കൺക്ലൂഷൻസ്. ദാറ്റ് മീൻസ് ദാറ്റ് കൺക്ലൂഷൻസ് ആർ ഫാർ ഫ്രം ദ റിയാലിറ്റി. കാരണം നമ്മൾ ഉപയോഗിച്ച അസംഷൻസ് ഉപയോഗിച്ച് നമ്മൾക്ക് കിട്ടിയ ഈ റിസൾട്ടുകൾ എന്ന് പറയുന്നത് നമ്മളുടെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകന്നതായിരിക്കും. ഒന്നാമതായി വി ഹാവ് അസ്യൂംഡ് ദാറ്റ് ദ ഒബ്ജക്റ്റ് ഈസ് ആൻ ഐഡിയലൈസ്ഡ് പോയിന്റ് ഒബ്ജക്റ്റ് വിച്ച് ഇസ് നോട്ട് സോ. യഥാർത്ഥത്തിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഐഡിയലായി ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഓൾ ദ ഫിസിക്കൽ ബോഡീസ് ഹാവ് സ്പേഷ്യൽ എക്സ്റ്റെൻറ്റ് ആൻഡ് ഹാവ് സം ഇന്റേണൽ സ്ട്രക്ചർ. യഥാർത്ഥത്തിൽ ഏതൊരു ഫിസിക്കൽ വസ്തു എടുത്തു കഴിഞ്ഞാൽ അതിനൊരു സ്പേസ്, ഒരു സ്പേസ് അത് എടുക്കുന്നുണ്ടാവും. മാത്രമല്ല അതിനൊരു ഇന്റേണൽ സ്ട്രക്ചറും ഉണ്ടാവും. Second, unless we perform a controlled experiment like that of Newton's famous feather and stone experiment, bodies indeed fall in a resistive medium. അതായത് ഏതൊരു ബോഡി എടുത്തു കഴിഞ്ഞാലും അത് എയറിലൂടെ ആണെങ്കിൽ പോലും അതിൽ ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്, ഇവൻ ദ അസംഷൻ ഓഫ് ദാറ്റ് ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റന്റ് ഈസ് നോട്ട് ഓൾസോ ട്രൂ. നമ്മൾ പറയുകയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നതും ശരിയല്ല. കാരണം അത് ഹൈറ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ജി ഈസ് ഈക്വൽ ടു ജി ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഈ അസംഷൻസ് നമ്മൾ ഹാഡ് സിംപ്ലിഫൈഡ് ദ പ്രോബ്ലംസ്. പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ അസം ചെയ്ത് പക്ഷേ നമ്മളെ പ്രോബ്ലം സോൾവ് ചെയ്തു. പക്ഷേ ഈ അസംഷൻസ് ഒക്കെ നമ്മൾ റിലാക്സ് ചെയ്തെങ്കിൽ ദ പ്രോബ്ലം സ്റ്റാർട്ട്സ് ഗെറ്റിംഗ് കോംപ്ലക്സ്. അതായത് ഈ അസംഷൻ എടുത്തില്ലെങ്കിൽ നമ്മൾ ഈ പ്രോബ്ലത്തിനെ കോംപ്ലക്സ് ആയിരിക്കും. ഇൻ ഫ്രീ ഫോൾ, അതായത് താനെ വീഴുന്ന ഒരു കല്ല്, ഒരു വസ്തു, ഇൻ വാക്വം, വെദർ ദ ഒബ്ജക്റ്റ് ഇസ് എ പോയിന്റ് ലൈക്ക് ഓർ ഹാസ് എക്സ്റ്റൻഡ് സ്ട്രക്ചർ ഹാർഡ്ലി മാറ്റേഴ്സ്. അതായത് വാക്വത്തിലൂടെ ഒരു മീഡിയം ഒന്നും ഇല്ലാതെ അത് പോവുകയാണെങ്കിൽ അതൊരു പോയിന്റ് ഒബ്ജക്റ്റ് അല്ല, വലിയ ഒരു ബോഡി ആണെന്നുള്ളത് വിഷയമല്ല. ബട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് സം മീഡിയം എഫക്ട്സ് ഡ്യൂ ടു ബോയൻസി, വിസ്കോസിറ്റി ആൻഡ് ഡ്രാഗ് സ്റ്റാർട്ട്സ് ആക്ടിങ്. അതേസമയം ഒരു കാറ്റിലൂടെ അല്ലെങ്കിൽ എയർ മീഡിയം വാട്ടറിലൂടെയാണ് ഒരു കല്ല് വീഴുന്നതെങ്കിൽ അവിടെ ബോയൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, വിസ്കോസിറ്റി, ഡ്രാഗ് ഫോഴ്സ് ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം വാക്വത്തിലൂടെ ആണെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ല. To understand the numerical approach, let us look at the definitions of instantaneous velocity and instantaneous acceleration. നമ്മൾ instantaneous velocity acceleration definition അറിയാം. dx by dt is equal to limit x, അതായത് t plus hലെ പൊസിഷനും tയിലെ പൊസിഷനെയും h കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. അതുപോലെ ആക്സിലറേഷൻ കിട്ടും. The instantaneous character inherent in the limit h tends to 0 is a highly idealized concept and it can be achieved particularly on a computer. ശരിക്കും ഈ h tends to 0 എന്ന് പറയുന്നത് വളരെ ഐഡിയലൈസ്ഡ് ഒരു കൺസെപ്റ്റാണ്. ആൻഡ് ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ്. അത് നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. പർട്ടിക്കുലറി ഓൺ എ കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്കത് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ദീസ് ഇക്വേഷൻസ് ക്യാൻ ബി റീകാസ്റ്റ് ഇൻ ദ ഫോളോയിങ് ഫോം. x of t plus h is equal to x of t plus h into v of t. അതായത് ഇങ്ങനെ നമുക്ക് തിരിച്ചെഴുതാം. എക്സ് ഓഫ് ടി പ്ലസ് എച്ച് ഇൻറ്റു വി ഓഫ് ടി, വി ഓഫ് ടി പ്ലസ് എച്ച് ഇസ് വി ഓഫ് ടി പ്ലസ് എച്ച് ഇൻറ്റു എ ഓഫ് ടി. അങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഈ ഇക്വേഷൻസിൻ്റെ വളരെ ടെൻഡിങ് ടു 0 എന്ന ലെവലിലൊക്കെ ലിമിറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത് കമ്പ്യൂട്ടർ കൊണ്ട് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും? കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ഈ ന്യൂമറിക്കൽ മെത്തേഡ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ
നമ്മളുടെ ഫുൾ മോഷനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കി മാറ്റിയതിന് ശേഷം ആ ഓരോ സ്റ്റെപ്പിലെയും ഇൻസ്റ്റന്റേനിയസ് പൊസിഷനും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യുന്ന കാൽക്കുലസിൻ്റെ മെത്തേഡിലെ h → 0 എന്ന് പറയുന്ന കണ്ടീഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നൽകിയതിന് ശേഷം ഓരോ സ്റ്റെപ്പ് വളരെ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകളിൽ കാൽക്കുലേറ്റ് ചെയ്ത് പൊസിഷനും വെലോസിറ്റിയും കണ്ടുപിടിക്കുന്നതിനെയാണ് കമ്പ്യൂട്ടേഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഡൗട്ടുകൾ അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക്